ഹായ് ഫ്രണ്ട്സ്, ഇന്നെൻ്റെ ചെടികളൊക്കെ ചെറുതായിട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്തിട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഞാനിന്ന് ഇടുന്നത്. എനിക്ക് വീട്ടിൽ ചെടികളാണെങ്കിലും ഇനിയിപ്പോൾ കട്ടിലും ബെഡാണെങ്കിലും പിന്നെ മേശയാണെങ്കിലും കസേരയാണെങ്കിലും ഒക്കെ ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ ഇരുന്ന് കാണുമ്പോൾ എന്തോ ഒരു ബോറടി പോലെ കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിതിങ്ങനെ മാറ്റിയിട്ട് വെക്കും. അപ്പോൾ ചില സമയത്ത് നമുക്ക് വൈകുന്നേരങ്ങളിലൊന്നും ഒരു പണികളൊന്നും ഇല്ലാണ്ടിരിക്കുമല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പണികളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. പിന്നെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ എൻ്റെ സന്തോഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ ഇതിൽ കാണുന്ന ഈ ഭാഗത്ത് നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ചെടി വെക്കാനുള്ള ഒരു തിണ്ടൊക്കെ കെട്ടിയിട്ട് അവിടെ നല്ല ചെടിയൊക്കെ വെക്കണം എന്നൊക്കെ വീട് ഇരിക്കുന്ന സമയത്തൊക്കെ നല്ല ആഗ്രഹം അങ്ങനെ ചെയ്തതാണ് അവിടെ. പക്ഷേ ഇതുവരെ ഒന്നും അങ്ങനെയൊന്നും സെറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങളെ വക തന്നെ കുറച്ചൊരു എന്താ പറയുക മെറ്റലും ഇതൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ താഴത്ത് പുല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വിരിക്കുമല്ലോ, അപ്പോൾ ആ ഒരു ഷീറ്റും ഒക്കെ കുറച്ച് ബാലൻസൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെറുതെ ഇരിക്കല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ ഇക്കാനോട് പറഞ്ഞു ആ ഭാഗത്തൊന്ന് കുറച്ച് കല്ലൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഷീറ്റൊക്കെ വിരിച്ച് അവിടെ കിടക്കുന്ന ആ മെറ്റലൊക്കെ ഒന്ന് അതിൻ്റെ ഉള്ളിൽ കൊടുന്നിട്ട് തരുമോ ചോദിച്ചു. അപ്പോൾ ഇക്ക ചെയ്തതാണ് കേട്ടോ ഇതൊക്കെ. രാവിലെ കടയിലേക്ക് പോണതിൻ്റെ മുന്നേ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പണികളുണ്ടെങ്കിലൊക്കെ അതൊക്കെ മൂപ്പർ ചെയ്തു തരും. ഞങ്ങളെ മുമ്പാരത്ത് ചെറിയൊരു അതിര് കെട്ടേണ്ട ഒരു ഇത് വന്നു. കാരണം ഞങ്ങൾക്ക് അവിടെ ഫ്രണ്ടിൽ റോഡിൻ്റെ അവിടെ കട്ടിട്ടു. അപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ മതിൽ കെട്ടുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ അതിരൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു തിണ്ട് പോലെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കെട്ടാൻ വേണ്ടി മേടിച്ചതാണ് മെറ്റലൊക്കെ. അപ്പോൾ അതിൽ ബാക്കി വന്നതാണ്. അത് വെറുതെ മുറ്റത്തിട്ടുണ്ടല്ലോ എന്ന് കരുതി ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച ഒരു ഇതാണ് കേട്ടോ ഇത്. തൽക്കാലം കയ്യിലുള്ള ചെടികൾ വെച്ചിട്ടാണ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ചെറിയ കവറിലാക്കിയിട്ട് നട്ടു വെച്ചിട്ടുള്ള വിൻകാർ റോസൊക്കെ എടുത്തിട്ട് ഇനി വലിയ ചട്ടിയോ അല്ലെങ്കിൽ കവർ എന്തെങ്കിലും മേടിച്ചിട്ട് അതിലേക്ക് മാറ്റണം കേട്ടോ. അപ്പോൾ തൽക്കാലം അതിലിരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇന്നത്തെ ഈ പണികൾ കഴിഞ്ഞതിൻ്റേതാണ് കേട്ടോ ഈ മുറ്റത്തൊക്കെ കാണുന്നത്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പിന്നെ ഇതായി ഇരിക്കുന്ന ചെടിയില്ലേ, എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ. നമ്മുടെ സ്നേക്ക് പ്ലാന്റ്സിൽ ഒരു വെറൈറ്റിയാണ് തോന്നുന്നു ഇത്. അപ്പോൾ ആ സ്നേക്ക് പ്ലാന്റ്സ് ഉള്ളതിൽ 2 വെറൈറ്റിയും കൂടിയിട്ട് 2 ഭാഗത്തേക്കും വെച്ചു. പിന്നെ ഈ ചുവപ്പ് കളർ ചേമ്പിൻ്റെ ഇല പോലെ അതും നിറയെ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. അതിനൊരു സമയമുണ്ട്. ഒരുപാട് ഇലയൊക്കെ ആയി കഴിഞ്ഞ് കുറച്ച് വലുതായി കഴിഞ്ഞാൽ അത് ഒന്ന് നാശമായി പോകും. പിന്നെ വീണ്ടും അതിൽ തന്നെ കിഴങ്ങ് പോലത്തെ ഇതുള്ള കാരണം കൊണ്ട് വീണ്ടും അത് തളിർത്ത് വരും കേട്ടോ. പക്ഷേ ചെറിയൊരു വെയിൽ അടിക്കുമ്പോഴാണ് ആ കളർ നന്നായിട്ട് വരിക. പിന്നെ ഇപ്പോൾ ഇതാ ഈ ചെടി, ഇതിൻ്റെ ഇല കാണാൻ നല്ല ഭംഗിയാണ്. അത് തൽക്കാലം ഞാനൊരു ചെറിയ ചട്ടിയിൽ പിടിപ്പിച്ച് വെച്ചതാണ് കേട്ടോ. ആ സൈഡിലും ഇരിക്കുന്നുണ്ട്, അത് വീഡിയോയിൽ കാണാനില്ല. അപ്പോൾ ഇത് നമ്മൾ വലിയ കവറിലോ അല്ലെങ്കിൽ വലിയ ചട്ടിയിലോ ഒക്കെ ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറത്തായാലും അതിൻ്റെ ഇലക്ക് നല്ല വലിപ്പം വരും കേട്ടോ. അങ്ങനെ വട്ടത്തിലുള്ള ഇലയായ കാരണം നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഇത് ടയറിൽ കുറച്ച് 10 മണി നട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ അയൽവാസി തന്നതാണ്. അപ്പോൾ അതൊക്കെ പിടിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ പിടിച്ച് വന്നിട്ട് പൂക്കളൊക്കെ ഉണ്ടായിട്ട് ഞാൻ വീഡിയോ ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ.